മതവിശ്വാസം എന്നത് ഓരോ മനുഷ്യന്റെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണെന്നാണ് നമ്മൾ പൊതുവെ കരുതുന്നത്. ജനിക്കുന്ന സമയത്ത് ആരും ഒരു മതത്തിന്റെയും ലേബൽ ഒട്ടിച്ചല്ല ഈ ഭൂമിയിലേക്ക് വരുന്നത്. പിന്നീട് ചിന്തിക്കാനും വിശ്വസിക്കാനും അല്ലെങ്കിൽ ഒരു വിശ്വാസവുമില്ലാതെ ജീവിക്കാനുമൊക്കെയുള്ള മൗലികമായ അവകാശം ഏതൊരു വ്യക്തിക്കുമുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു മതസംഹിത അതിന്റെ പ്രചാരണത്തിനായി നിരന്തരം ഉപയോഗിക്കുന്ന ഒരു വാചകമുണ്ട്. മതത്തിൽ യാതൊരുവിധ നിർബന്ധവുമില്ല എന്നതാണത്. കേൾക്കാൻ വളരെ മനോഹരവും സമാധാനപരവുമായ ഒരു പ്രഖ്യാപനമാണിത്. എന്നാൽ ഈ മനോഹരമായ വാചകത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന യഥാർത്ഥ പ്രമാണങ്ങളും ചരിത്ര വസ്തുതകളും പരിശോധിക്കുമ്പോൾ വലിയൊരു അത്ഭുതമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഈ അവകാശവാദം വെറുമൊരു പുകമറ മാത്രമാണോ എന്ന് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സിദ്ധാന്തങ്ങൾ പുസ്തകങ്ങളിൽ എഴുതിവെച്ചിരിക്കുന്നത് പോലെയാണോ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കപ്പെടുന്നത്? ഒരു വശത്ത് സമാധാനത്തിന്റെ വചനങ്ങൾ ഓതുമ്പോൾ മറുവശത്ത് അതിന് വിപരീതമായ കൽപ്പനകൾ അതേ പ്രമാണങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഈ വലിയ വൈരുദ്ധ്യത്തെ വസ്തുതകളുടെയും തെളിവുകളുടെയും വെളിച്ചത്തിൽ മാത്രം പരിശോധിക്കാനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. പലരും ചർച്ച ചെയ്യാൻ മടിക്കുന്ന എന്നാൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കൈപ്പേറിയ ചില സത്യങ്ങളിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. ഏതൊരു ആശയത്തെയും അന്ധമായി വിശ്വസിക്കുന്നതിന് മുൻപ് അതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് അന്വേഷിക്കേണ്ടത് ചിന്തിക്കുന്ന മനുഷ്യരുടെ കടമയാണ്. ആ അന്വേഷണത്തിന്റെ ആദ്യപടിയായി ഈ മതത്തിൽ ബലാത്കാരമില്ല എന്ന വാദത്തിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നും അതിന്റെ പൊരുൾ എന്താണെന്നും നമുക്ക് കൃത്യമായി പരിശോധിക്കാം. ഇസ്ലാമിൽ ഒട്ടും നിർബന്ധമില്ല എന്ന് വാദിക്കുന്നവർ എപ്പോഴും എടുത്തുയർത്തുന്ന ഒരു പ്രമാണമുണ്ട്. ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 256-ാം വചനമാണത്. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് വളരെ വ്യക്തമായി ഈ വചനത്തിൽ പറയുന്നുണ്ട്. അതായത് മതത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ ബലാത്കാരവുമില്ല. ലോകത്തിന് മുന്നിൽ ഈ മതം സമാധാനത്തിന്റെ പ്രതീകമാണെന്ന് സ്ഥാപിക്കാൻ ഈ ഒരൊറ്റ വചനം പരമാവധി ഉപയോഗിക്കപ്പെടാറുണ്ട്. ആരെയും നിർബന്ധിച്ച് ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നതിന് തെളിവായി ഇതാണ് എപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ ഈ നാണയത്തിന് മറ്റൊരു വശമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇതേ പുസ്തകത്തിലെ മറ്റു ചില വചനങ്ങളും പ്രവാചകന്റെ ജീവിതചര്യകളായ ഹദീസുകളും ചരിത്ര വഴികളും നമ്മൾ വിശദമായി പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന സമാധാന വചനത്തിന്റെ ആയുസ് എത്രത്തോളമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ തങ്ങളുടെ വ്യാഖ്യാനങ്ങളിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വചനം ഒരു പ്രത്യേക സാഹചര്യത്തിൽ മക്കയിലെ ആദ്യകാലഘട്ടത്തിൽ മാത്രം പ്രസക്തമായിരുന്ന ഒന്നാണ്. പിൽക്കാലത്ത് ശക്തമായ അധികാരവും സൈന്യവും കൈവന്നപ്പോൾ ഇറക്കപ്പെട്ട മറ്റ് കടുത്ത കൽപ്പനകളാൽ ഈ വചനം അപ്രസക്തമാക്കപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. ഇതിനെയാണ് ഇസ്ലാമിക നിയമശാസ്ത്രത്തിൽ നസ്ഖ് അഥവാ റദ്ദ് ചെയ്യൽ എന്ന് വിളിക്കുന്നത്. അധികാരമില്ലാതിരുന്ന കാലത്തെ മൃദുവായ സമീപനവും അധികാരം കിട്ടിയ ശേഷമുള്ള കടുത്ത നിലപാടുകളും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം വെറുതെ പറയുന്ന ഒന്നല്ല. പ്രമാണങ്ങളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. ഒരു ആശയത്തിലേക്ക് ആളുകളെ ആകർഷിക്കാൻ ഇത്തരം വചനങ്ങൾ ഉപയോഗിക്കുമ്പോഴും അതിനുള്ളിലെ യഥാർത്ഥ നിയമങ്ങൾ എത്രത്തോളം കടുത്തതാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ കൽപ്പനകൾ എന്തൊക്കെയാണെന്നും മനുഷ്യന്റെ ചിന്താസ്വാതന്ത്ര്യത്തെ അത് എങ്ങനെയാണ് വിലക്കുന്നതെന്നും നമുക്ക് വരും ഭാഗങ്ങളിൽ തെളിവുകൾ സഹിതം പരിശോധിക്കാം. ഒരാൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു മതത്തിൽ ചേരാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് വാദിച്ചാൽ പോലും ഒരിക്കൽ അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ എന്ത് സംഭവിക്കുമെന്നത് വളരെ നിർണായകമാണ്. ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്കിഷ്ടമുള്ള ചിന്തകളും ആശയങ്ങളും സ്വീകരിക്കാനും ഉപേക്ഷിക്കാനുമുള്ള അവകാശമുണ്ട്. എന്നാൽ ഈ മതസംഹിതയ്ക്കുള്ളിൽ കടന്ന ഒരാൾക്ക് പിന്നീട് അവിടെ നിന്ന് പുറത്തു പോകാൻ എന്തെങ്കിലും സ്വാതന്ത്ര്യമുണ്ടോ? മതം ഉപേക്ഷിക്കുന്ന വ്യക്തിയെ കാത്തിരിക്കുന്നത് ഏറ്റവും കഠിനമായ ശിക്ഷയാണ്. ഇസ്ലാമിൽ ഇതിനെ മുർത്തദ് എന്നാണ് വിളിക്കുന്നത്. ഏറ്റവും ആധികാരികമെന്ന് കരുതപ്പെടുന്ന സ്വഹീഹുൽ ബുഖാരിയിലെ 3017-ാം നമ്പർ ഹദീസ് പരിശോധിച്ചാൽ ഇതിന്റെ കൃത്യമായ ഉത്തരം ലഭിക്കും. മൻ ബദ്ദല ദീനഹു ഫഖ്തുലൂഹു എന്നാണ് പ്രവാചകൻ കൽപ്പിച്ചിരിക്കുന്നത്. അതായത് തന്റെ മതം മാറ്റുന്നവനെ നിങ്ങൾ കൊന്നുകളയുക. ചിന്തിച്ചു നോക്കൂ, ഒരാശയത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ടെന്ന് ഒരു വശത്ത് പറയുമ്പോൾ മറുവശത്ത് അത് ഉപേക്ഷിക്കുന്നവന്റെ ജീവൻ എടുക്കാൻ കൽപ്പിക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു ബലാത്കാരം വേറെയുണ്ട്. സ്വന്തം ചിന്തകൾ മാറുന്നതിനനുസരിച്ച് ജീവിത രീതി മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ മൗലികമായ അവകാശത്തിന്മേലുള്ള ഏറ്റവും വലിയ കടന്നുകയറ്റമാണിത്. ശരീഅത്ത് നിയമപ്രകാരം മതം മാറുന്നത് കേവലം ഒരു വ്യക്തിപരമായ തെരഞ്ഞെടുപ്പല്ല, മറിച്ച് രാജ്യദ്രോഹത്തിന് തുല്യമായ കുറ്റമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇവിടെയാണ് സമാധാനത്തിന്റെ മുഖംമൂടി പൂർണ്ണമായും അഴിഞ്ഞു വീഴുന്നത്. ഒരിക്കൽ അകത്തുപെട്ടാൽ പിന്നെ മരണം ഭയന്ന് മാത്രം ആ വിശ്വാസത്തിൽ തുടർന്നു പോകേണ്ടി വരുന്ന ഒരവസ്ഥയെ എങ്ങനെയാണ് സ്വാതന്ത്ര്യം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുക? ഭയമില്ലാതെ ചിന്തിക്കാനുള്ള മനുഷ്യന്റെ അവകാശത്തെ വാളിൻ മുനയിലാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. തങ്ങളുടെ ഉള്ളിലുള്ളവരെ മരണഭീതിയിൽ നിർത്തി കൂടെ കൂട്ടുമ്പോൾ തന്നെ പുറത്തുള്ളവരോട് ഈ മതം സ്വീകരിക്കുന്ന സമീപനം എന്താണെന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. സ്വന്തമായി മറ്റൊരു വിശ്വാസം കൊണ്ടു നടക്കുന്ന ആളുകൾക്ക്
അവരുടെ വഴിക്ക് ജീവിക്കാൻ ഈ വ്യവസ്ഥിതി അനുവദിക്കുന്നുണ്ടോ? ഖുർആനിലെ 9-ാമത്തെ അധ്യായമായ സൂറത്തു തൗബയിലെ 29-ാം വചനം ഇതിന് കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. വേദഗ്രന്ഥം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി കരുതാതിരിക്കുകയും സത്യമതത്തെ ജീവിത വ്യവസ്ഥയായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നാണ് അതിൽ പറയുന്നത്. ഈ യുദ്ധം എപ്പോഴാണ് അവസാനിക്കുക? അവർ കീഴടങ്ങിക്കൊണ്ട് സ്വന്തം കൈയാൽ ജിസ്യ എന്ന കപ്പം നൽകുന്നതുവരെ. ഈ വചനത്തിന്റെ ആഴം വളരെ വലുതാണ്. മറ്റൊരു വിശ്വാസത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഇവിടെ സ്വതന്ത്രമായി ജീവിക്കാൻ അവകാശമില്ലെന്ന് ഇത് അടിവരയിടുന്നു. ഒന്നുകിൽ അവർ ഈ മതം സ്വീകരിക്കണം, അല്ലെങ്കിൽ യുദ്ധത്തിൽ കൊല്ലപ്പെടാൻ തയ്യാറാകണം. അതുമല്ലെങ്കിൽ കടുത്ത അപമാനം സഹിച്ച് രണ്ടാംകിട പൗരന്മാരായി ജീവിച്ചുകൊണ്ട് പ്രത്യേക നികുതി ഒടുക്കണം. ഇവിടെ എവിടെയാണ് സ്വമേധയാ ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? കടുത്ത സാമ്പത്തിക ശാരീരിക സമ്മർദ്ദങ്ങളിലൂടെയും മരണഭയത്തിലൂടെയും മനുഷ്യനെ കീഴടക്കുക എന്ന തന്ത്രമാണ് പ്രമാണങ്ങളിൽ എഴുതിവെച്ചിരിക്കുന്നത്. സമാധാനത്തിന്റെ വചനങ്ങൾ പാടുന്നവർ ഇത്തരം കൽപ്പനകളെ ഏത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? ഒരു വ്യക്തിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതും അവനെ സാമ്പത്തികമായി ഞെരുക്കുന്നതുമായ ഒരു വ്യവസ്ഥിതി എങ്ങനെയാണ് ബലാത്കാരമില്ലാത്ത ഒന്നാവുക? വിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യരെ എത്രത്തോളം സമ്മർദ്ദത്തിലാക്കാം എന്നതിന്റെ മറ്റൊരു തെളിവ് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഒരുപോലെ കാണാൻ സാധിക്കും. പ്രവാചകന്റെ വാക്കുകളായി അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യർ അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവവുമില്ലെന്നും മുഹമ്മദ് അവന്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കുന്നതുവരെ അവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവർ അത് നിർവഹിക്കുകയും പ്രാർത്ഥന നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും ചെയ്താൽ മാത്രമേ അവരുടെ രക്തവും ധനവും എന്നിൽ നിന്ന് സുരക്ഷിതമാകൂ. വളരെ ലളിതമായി പറഞ്ഞാൽ, ഈ മതം സ്വീകരിക്കുന്നതുവരെ മനുഷ്യരുമായി യുദ്ധം ചെയ്യുക എന്നത് ഒരു കൽപ്പനയാണ്. ഒരാളുടെ ജീവനും സ്വത്തും ഈ ഭൂമിയിൽ സുരക്ഷിതമായിരിക്കണമെങ്കിൽ അയാൾ ഈ വിശ്വാസത്തിലേക്ക് കടന്നുവന്നേ തീരൂ. ഇതിനേക്കാൾ വലിയൊരു ഭീഷണി മറ്റൊരു പ്രത്യയശാസ്ത്രത്തിലും കണ്ടെത്താൻ കഴിയില്ല. ജീവൻ വേണോ മതം വേണോ എന്ന ചോദ്യത്തിന് മുന്നിൽ ഒരു മനുഷ്യനെ നിർത്തുമ്പോൾ അവിടെ സ്വാതന്ത്ര്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഒന്നെങ്കിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക എന്ന ക്രൂരമായ ചോയ്സാണ് ഇവിടെ നൽകപ്പെടുന്നത്. എന്നിട്ടും മതത്തിൽ ബലാത്കാരമില്ല എന്ന വചനം മാത്രം ആവർത്തിക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ പ്രമാണങ്ങൾ വെറും വാക്കുകളായി ഒതുങ്ങി നിന്നവയായിരുന്നില്ല. പ്രവാചകന്റെ കാലത്തും അതിനുശേഷവും ഇവ കൃത്യമായി നടപ്പിലാക്കപ്പെട്ടിരുന്നു. ചരിത്രത്തിൽ നടന്ന ഇത്തരം കറുത്ത അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ വ്യവസ്ഥിതിയുടെ യഥാർത്ഥ സ്വഭാവം കൂടുതൽ വ്യക്തമാകും. സിദ്ധാന്തങ്ങൾ പുസ്തകങ്ങളിൽ കിടക്കുമ്പോൾ അവ കേൾക്കാൻ നല്ല ഭംഗിയുണ്ടാകും. എന്നാൽ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് ഈ നിയമങ്ങൾ എങ്ങനെയാണ് മനുഷ്യരുടെ മേൽ പ്രയോഗിക്കപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം അറേബ്യൻ ഉപദ്വീപിൽ നടന്ന സംഭവങ്ങൾ ഇതിന് വലിയൊരു തെളിവാണ്. ചരിത്രത്തിൽ ഇതിനെ രിദ്ദ യുദ്ധങ്ങൾ അഥവാ മതത്യാഗികൾക്കെതിരെയുള്ള യുദ്ധങ്ങൾ എന്നാണ് വിളിക്കുന്നത്. പ്രവാചകൻ അന്തരിച്ചതോടെ അറേബ്യയിലെ പല ഗോത്രങ്ങളും ഈ മതത്തിൽ നിന്ന് പിന്തിരിയാൻ തുടങ്ങി. അവർ അതുവരെ നൽകിക്കൊണ്ടിരുന്ന സക്കാത്ത് എന്ന നികുതി കൊടുക്കാൻ വിസമ്മതിച്ചു. സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറാനും വിട്ടുപോകാനുമുള്ള സ്വാതന്ത്ര്യം ആ ജനതയ്ക്ക് അന്നുണ്ടായിരുന്നോ? അന്നത്തെ 1-ാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് അവർക്കെതിരെ സ്വീകരിച്ചത് അതിശക്തമായ സൈനിക നടപടിയായിരുന്നു. അവർ അവരുടെ വഴിക്ക് ജീവിക്കട്ടെ എന്നൊരു ചിന്തയും അവിടെ ഉണ്ടായില്ല. വാളിന്റെ മുനയിൽ അവരെ വീണ്ടും ഈ വിശ്വാസത്തിലേക്ക് നിർബന്ധിച്ച് മടക്കിക്കൊണ്ടുവരികയോ അതിന് തയ്യാറാകാത്തവരെ കൂട്ടത്തോടെ കൊന്നൊടുക്കുകയോ ആണ് അന്ന് ചെയ്തത്. ചരിത്രത്തിലെ ഈ കറുത്ത അധ്യായങ്ങൾ തെളിയിക്കുന്നത് ഒന്നു മാത്രമാണ്: ഈ മതത്തിന്റെ ഭരണം സ്ഥാപിതമായ ഒരിടത്തും ആർക്കും മതം ഉപേക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരുന്നില്ല. അധികാരം കയ്യിലുള്ളപ്പോൾ പ്രമാണങ്ങളിലെ കടുത്ത ശിക്ഷാവിധികൾ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ നടപ്പിലാക്കപ്പെട്ടിരുന്നു. സമാധാനത്തിന്റെ വചനങ്ങൾ കേവലം ദുർബലരായ കാലത്തെ അടവുകൾ മാത്രമായിരുന്നു എന്ന് ഈ ചരിത്ര വഴികൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. യുദ്ധങ്ങളിൽ പിടിച്ചെടുക്കപ്പെടുന്ന മനുഷ്യരോടും പ്രത്യേകിച്ച് സ്ത്രീകളോടും ഈ വ്യവസ്ഥിതി സ്വീകരിച്ച സമീപനം എന്തായിരുന്നു എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. യുദ്ധത്തിന്റെ ഇരകളാകുന്ന സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കി മാറ്റാൻ ഈ മതത്തിൽ പൂർണ്ണമായ അനുവാദമുണ്ട്. ഖുർആനിലെ 4-ാമത്തെ അധ്യായമായ സൂറത്തുനിസായിലെ 24-ാം വചനം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. നിങ്ങളുടെ വലതു കൈകൾ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെ നിങ്ങൾക്ക് അനുവദനീയമാക്കിയിരിക്കുന്നു എന്നാണ് അതിൽ പ്രഖ്യാപിക്കുന്നത്. സ്വന്തം ഭർത്താക്കന്മാരും കുടുംബവും കൺമുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടതിനു ശേഷം ശത്രുക്കളുടെ തടവുകാരികളായി മാറുന്ന സ്ത്രീകളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അവരുടെ യാതൊരുവിധ സമ്മതവുമില്ലാതെ അവരെ കേവലം ലൈംഗിക വസ്തുക്കളായി ഉപയോഗിക്കുന്നത് കടുത്ത ബലാത്കാരമല്ലെങ്കിൽ പിന്നെന്താണ്? ഈ ലോകത്ത് മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നവർക്ക് എങ്ങനെയാണ് ഇത്തരം നിയമങ്ങളെ ന്യായീകരിക്കാൻ കഴിയുക? സ്ത്രീകളുടെ ആത്മാഭിമാനത്തെയും സ്വാതന്ത്ര്യത്തെയും പൂർണ്ണമായും തകർക്കുന്ന ഈ രീതികൾ ഒരു ദിവ്യ സന്ദേശത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കാൻ വലിയ അന്ധത തന്നെ വേണം. മനുഷ്യത്വം എവിടെയാണ് അവസാനിക്കുന്നത് എന്ന് ഈ നിയമങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു.
ഒരു വശത്ത് സ്ത്രീകളെ ആദരിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും മറുവശത്ത് യുദ്ധമുതലുകളായി അവരെ വീതം വെച്ചെടുക്കുന്ന ക്രൂരതയാണ് പ്രമാണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭയവും സമ്മർദ്ദവും നിറഞ്ഞ ഈ അന്തരീക്ഷത്തെ ഏതു തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? കുട്ടികളുടെ മേൽ മതം അടിച്ചേൽപ്പിക്കുന്ന കാര്യത്തിലും ഈ വ്യവസ്ഥിതി ഒട്ടും പിന്നിലല്ല. ഒരു മനുഷ്യന് സ്വന്തമായി ചിന്തിക്കാനും തീരുമാനങ്ങളെടുക്കാനുമുള്ള പ്രായമാകുന്നതിന് മുൻപ് തന്നെ കടുത്ത നിയമങ്ങൾ അവന്റെ മേൽ പ്രയോഗിക്കാൻ ഈ മതം മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്നുണ്ട്. സുനൻ അബൂദാവൂദിലെ 495 നമ്പർ ഹദീസ് പരിശോധിച്ചാൽ ഇത് കൃത്യമായി മനസ്സിലാക്കാം. നിങ്ങളുടെ കുട്ടികൾക്ക് 7-ാം വയസ്സിൽ പ്രാർത്ഥിക്കാൻ കൽപ്പന നൽകുക, 10-ാം വയസ്സായിട്ടും അവർ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അതിനായി അവരെ അടിക്കുക എന്നാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. ഒരു കുട്ടിയുടെ മനസ്സിലാക്കലുകൾക്കും ബോധ്യങ്ങൾക്കും മുൻപ് തന്നെ കടുത്ത ശാരീരിക ശിക്ഷയിലൂടെ മതം അടിച്ചേൽപ്പിക്കാൻ നിർദ്ദേശിക്കുന്ന ഒരു രീതിയാണിത്. സ്വന്തം മക്കളെപ്പോലും ഭയത്തിന്റെ നിഴലിൽ നിർത്തി വിശ്വാസികളാക്കാൻ ആവശ്യപ്പെടുന്ന ഒരു വ്യവസ്ഥിതിയിൽ എങ്ങനെയാണ് നിർബന്ധമില്ല എന്ന് അവകാശപ്പെടാൻ സാധിക്കുക? ഒരു 10 വയസ്സുകാരൻ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ ഈ സമ്മർദ്ദം കടുത്ത ബലാത്കാരമല്ലാതെ മറ്റെന്താണ്? ചിന്തിക്കാനുള്ള പ്രായമാകുമ്പോൾ സ്വയം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് പോലും നിഷേധിക്കപ്പെടുകയാണ്. ചെറുപ്പം മുതലേ ഭയത്തിന്റെ വിത്ത് പാകി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവരുടെ കഴിവുകളെ അടിച്ചമർത്തുന്ന ഈ രീതിയാണ് ഇന്നും പല കുടുംബങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രമാണങ്ങൾ അനുശാസിക്കുന്ന ഈ നിർബന്ധിത ശീലങ്ങൾ മനുഷ്യന്റെ സ്വാഭാവികമായ വളർച്ചയെയും ചിന്താശേഷിയെയും എത്രത്തോളം ദോഷകരമായി ബാധിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. മക്ക വിജയത്തിന്റെ ചരിത്ര വഴികൾ പരിശോധിച്ചാലും ഈ നിർബന്ധിത സ്വഭാവം നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. മക്ക കീഴടക്കിയതിനു ശേഷം പ്രവാചകൻ ചെയ്തത് കഅബയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന പരമ്പരാഗത വിഗ്രഹങ്ങളെല്ലാം തകർത്തുകളയുകയായിരുന്നു. അവിടുത്തെ തദ്ദേശീയരായ ബഹുദൈവാരാധകർക്ക് അവരുടെ സ്വന്തം വിശ്വാസങ്ങളുമായി അവിടെ ജീവിക്കാൻ പിന്നീട് അനുവാദമുണ്ടായിരുന്നില്ല. ഒടുവിൽ അവർക്ക് മുന്നിൽ വെക്കപ്പെട്ടത് കടുത്ത ചില നിബന്ധനകളായിരുന്നു. 4 മാസത്തെ സമയപരിധിക്കുള്ളിൽ ഒന്നെങ്കിൽ ഈ പുതിയ മതം സ്വീകരിക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ പൂർവികരുടെ മണ്ണായ അറേബ്യൻ ഉപദ്വീപ് വിട്ടുപോവുക എന്നതായിരുന്നു ആ പോംവഴി. അവരുടെ പരമ്പരാഗതമായ വിശ്വാസ സ്വാതന്ത്ര്യവും ആരാധനാവകാശവും അവിടെ പൂർണ്ണമായാണ് നിഷേധിക്കപ്പെട്ടത്. സ്വന്തം നാട്ടിൽ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അവകാശത്തിനുമേൽ അധികാരം ഉപയോഗിച്ച് വലിയ കടന്നുകയറ്റമാണ് അവിടെ നടത്തിയത്. മറ്റൊരു വിശ്വാസത്തെയും തങ്ങളുടെ കൂടെ നിലനിൽക്കാൻ ഈ വ്യവസ്ഥിതി അനുവദിക്കുന്നില്ല എന്നതിൻ്റെ ചരിത്രപരമായ തെളിവാണിത്. ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ നാടുവിടുക എന്ന കൽപ്പനയ്ക്ക് മുന്നിൽ ജനങ്ങൾക്ക് തങ്ങളുടെ ആദർശങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നു. ചരിത്രത്തിലെ ഈ നിർണായക സന്ദർഭം തെളിയിക്കുന്നത് അധികാരം കൈവന്നപ്പോൾ മറുചിന്തകൾക്ക് യാതൊരു സ്ഥാനവും ഈ മതം നൽകിയിരുന്നില്ല എന്നാണ്. ഭയപ്പെടുത്തിയും സമ്മർദ്ദത്തിലാക്കിയും മനുഷ്യരെ തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരുന്ന ഈ രീതിയെ എങ്ങനെയാണ് ബലാത്കാരമില്ലാത്ത ഒന്നായി നമുക്ക് കാണാൻ സാധിക്കുക? ചുരുക്കത്തിൽ, മതത്തിൽ ബലാത്കാരമില്ല എന്ന വചനം ഈ പ്രസ്ഥാനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ മാത്രം ഉപയോഗിച്ചിരുന്ന ഒന്നായിരുന്നു. മക്കയിൽ ഈ മതത്തിന് വലിയ ശക്തിയോ അധികാരമോ ഇല്ലാതിരുന്ന കാലത്ത് മറ്റ് ശക്തരായ ഗോത്രങ്ങൾക്കിടയിൽ സമാധാനപ്രിയരായി ജീവിക്കാൻ വേണ്ടിയാണ് ഈ മൃദുവായ വചനം മുന്നോട്ട് വെച്ചത്. എന്നാൽ പിൽക്കാലത്ത് മദീനയിൽ വന്ന് സ്വന്തമായി ഭരണവും സൈന്യവും ആയുധബലവും ലഭിച്ചതോടെ പഴയ സമാധാന വചനങ്ങൾ പൂർണ്ണമായും ദുർബലപ്പെടുകയായിരുന്നു. ഇതിനെയാണ് ഇസ്ലാമിക നിയമസംഹിതയിൽ അബ്രോഗേഷൻ അഥവാ നസ്ഖ് എന്ന് വിളിക്കുന്നത്. അധികാരം കയ്യിൽ വന്നപ്പോൾ വാളിന്റെയും കടുത്ത നിയമങ്ങളുടെയും ഭാഷയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഈ പുതിയ നിയമസംഹിത പ്രകാരം അമുസ്ലിങ്ങൾക്ക് ഭരണത്തിൽ തുല്യ അവകാശങ്ങളില്ല, മതം മാറുന്നവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ല, കുട്ടികൾക്ക് സ്വന്തമായി കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവുമില്ല. ഒരു വ്യവസ്ഥിതിക്ക് അതിൻ്റെ നിലനിൽപ്പിനായി മനുഷ്യരെ നിരന്തരം ഭയപ്പെടുത്തേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനുള്ളിലെ നിയമങ്ങൾ എത്രത്തോളം ക്രൂരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അധികാരമില്ലാത്തപ്പോഴത്തെ സമാധാനവും അധികാരം കിട്ടുമ്പോഴത്തെ അടിച്ചമർത്തലും തമ്മിലുള്ള ഈ വൈരുദ്ധ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കേൾക്കാൻ സുഖമുള്ള ചില മുദ്രാവാക്യങ്ങൾക്കപ്പുറം പ്രമാണങ്ങളുടെ അന്തർധാര പരിശോധിച്ചാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ സ്വഭാവം നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ഈ പ്രമാണങ്ങളും ചരിത്രപരമായ സന്ദർഭങ്ങളും വിരൽ ചൂണ്ടുന്നത് ഒരേയൊരു യാഥാർത്ഥ്യത്തിലേക്ക് മാത്രമാണ്. മതത്തിൽ നിർബന്ധമില്ല എന്ന അവകാശവാദം പുറംലോകത്തിനു മുന്നിൽ വിളിച്ചു പറയാൻ കൊള്ളാവുന്ന, കേൾക്കാൻ സുഖമുള്ള ഒരു പരസ്യവാചകം മാത്രമാണ്. എന്നാൽ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നാൽ മനുഷ്യന്റെ ചിന്താസ്വാതന്ത്ര്യത്തെയും വ്യക്തിത്വത്തെയും പൂർണ്ണമായി ഭയപ്പെടുത്തുന്ന കൽപ്പനകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. കടുത്ത നിയമങ്ങളിലൂടെയും ശിക്ഷാവിധികളിലൂടെയും മാത്രം കെട്ടിപ്പടുത്ത ഒരു വ്യവസ്ഥിതിക്ക് എങ്ങനെയാണ് മനുഷ്യനെ സ്വതന്ത്രനായി കാണാൻ കഴിയുക? പ്രമാണങ്ങളുടെ കൈപ്പേറിയ ഈ സത്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിശ്വാസത്തിന്റെ മനോഹരമായ പുകമറയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഇത്തരം വിവേചനങ്ങളെയും ക്രൂരതകളെയും സമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടുക എന്നത് ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും കടമയാണ്. ആധുനിക ജനാധിപത്യ മൂല്യങ്ങളും മനുഷ്യാവകാശങ്ങളും ചർച്ച ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം പ്രാകൃതമായ നിയമങ്ങളെ നമ്മൾ ചോദ്യം ചെയ്തേ തീരൂ. ഈ വിഷയത്തിൽ നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങളും വിയോജിപ്പുകളും എന്തൊക്കെയാണ്? താഴെയുള്ള കമന്റ് ബോക്സിൽ വ്യക്തമായി രേഖപ്പെടുത്തുക.
മറ്റൊരു ചിന്തയുമായി നമുക്ക് വീണ്ടും കാണാം.